സൈക്കോളജിയിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എബിലിറ്റി ടു അപ്ലൈ നോളേജ് ലേൺഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് ടു ന്യൂ കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ചൊരു നോളേജിനെ മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ വരുന്നത് ദ പ്രോസസ് ഓഫ് ക്യാരിയിങ് ഓവർ ഹാബിറ്റ്സ് ഓഫ് തിങ്കിങ് നോളേജ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം വൺ ലേണിംഗ് സിറ്റുവേഷൻ ടു അനദർ ഈസ് കാൾഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമ്മളുടെ ചിന്തകൾ, അതുപോലെ അറിവുകൾ, അതുപോലെ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു ലേണിംഗ് സിറ്റുവേഷനിലേക്ക് ക്യാരി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ എത്ര എണ്ണമാണ്? 3 എണ്ണാണുള്ളത്. 1 പോസിറ്റീവ് ട്രാൻസ്ഫർ, 2 നെഗറ്റീവ് ട്രാൻസ്ഫർ, 3 സീറോ ട്രാൻസ്ഫർ. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ആക്ടിവിറ്റി മറ്റൊരു ആക്ടിവിറ്റീനെ പഠിക്കാൻ ഈസിയർ ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് ട്രാൻസ്ഫർ. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പഠിച്ചു എന്നുണ്ടെങ്കിൽ അത് വേറൊരു സബ്ജക്റ്റ് പഠിക്കുന്നതിൽ അത് നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്യണം, അത് അല്ലെങ്കിൽ അതിനെ ആൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഫിസിക്സിനും ഹെൽപ്പാവും. അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫിസിക്സിലും മാത്സിലും ഇക്വേഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ കാണാം ഫിസിക്സിൽ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് കൊണ്ട് നമുക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായോ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്താണെന്ന്? അതിന് എക്സാമ്പിൾസാണ് എ ബസ് ഡ്രൈവർ ക്യാൻ ഡ്രൈവ് എ ട്രക്ക് വെരി എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഒരു ബസ് ഡ്രൈവർക്ക് ട്രക്ക് ഓടിക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമല്ല. അപ്പോൾ ഈസി ആയിട്ട് ട്രക്ക് ഓടിക്കാൻ പറ്റും. അതൊരു പോസിറ്റീവ് ട്രാൻസ്ഫറിന് എക്സാമ്പിളാണ്. പ്ലേയിങ് ബാഡ്മിൻ്റൺ ഹെൽപ്സ് ഇൻ ദ ലേണിംഗ് ഓഫ് ടെന്നീസ്. ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്ക് ടെന്നീസും പഠിക്കാൻ ഹെൽപ്പാവും. ലേണിംഗ് അഡീഷൻ ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ പഠിച്ചത് കൊണ്ട് അത് എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷനും ഫെസിലിറ്റേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ട്രാൻസ്ഫറിന് എക്സാമ്പിളാണ്. അടുത്തത് പറയുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. ലേണിംഗ് ഓഫ് വൺ ടാസ്ക് ഒബ്സ്ട്രക്റ്റ് ദ അക്വിസിഷൻ ഓഫ് എ സബ്സിക്വൻറ്റ് ടാസ്ക്. ഇപ്പോൾ ഒരു ടാസ്ക് നമ്മൾ പഠിച്ചു, അത് മറ്റൊരു ടാസ്ക് അക്വയർ ചെയ്യുന്നതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇൻ്റർഫിയർ വിത്ത് ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഇപ്പോൾ ഒരു സബ്ജക്റ്റിലോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അത് വേറൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ പഠിക്കുന്നതിന് ഇൻ്റർഫിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ പൈത്തഗോറസ് തിയറത്തിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ ബേസ് സ്ക്വയർ കാണാനുള്ള ഇക്വേഷനും ആൾട്ടിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനും ഹൈപ്പോട്ടനസ് കാണാനുള്ള ഇക്വേഷനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ പഠിച്ചൊരു കാര്യം മറ്റൊരു കാര്യത്തിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുക. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കൺഫ്യൂഷൻ ഓഫ് ന്യൂ ടെലിഫോൺ നമ്പർ വിത്ത് ഓൾഡ് വൺ. അപ്പോൾ നമ്മൾ പഴയൊരു നമ്പർ നമ്മളെ പുതിയ ടെലിഫോൺ നമ്പർ കിട്ടിയപ്പോൾ അതിലാകെ കൺഫ്യൂഷൻ വരിക, ഓർത്തെടുക്കുന്നതിൽ കൺഫ്യൂഷൻ വരിക. ഇതാണ് നെഗറ്റീവ് ട്രാൻസ്ഫറിന് എക്സാമ്പിൾ. മൂന്നാമത്തെ സീറോ ട്രാൻസ്ഫർ ആണ്. ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി നൈദർ ഫെസിലിറ്റേറ്റ് നോർ ഇൻ്റർഫിയർ വിത്ത് ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇറ്റ് ഈസ് കാൾഡ് സീറോ ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ് സീറോ ട്രാൻസ്ഫർ? എന്താണ്? ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ചത് അത് മറ്റൊരു ലേണിംഗ് ഓഫ് സബ്ജക്റ്റിനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല, ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അതിന് പഠിച്ചൊരു കാര്യം മറ്റൊരു സബ്ജക്റ്റിനെ സഹായിക്കുന്നില്ല, കൂട്ടുന്നില്ല, അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
എക്സാമ്പിളാണ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലേണിംഗ് ഓഫ് ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ്. ലാംഗ്വേജ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാത്സിൽ അതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല, നമ്മളൊന്നും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇതാണ് സീറോ ട്രാൻസ്ഫർ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആയിരുന്നു. ഇനി തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. ഇങ്ങനെ ലേണിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഒരുപാട് തിയറികളുണ്ട്. അതിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലൊന്ന് പറയുന്നത് തിയറി ഓഫ് ഫോമൽ ഡിസിപ്ലിൻ, അടുത്തത് പറയുന്നത് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, തിയറി ഓഫ് ജനറലൈസേഷൻ, തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ, തിയറി ഓഫ് ഐഡിയൽസ്. ഇതൊക്കെയാണ് തിയറീസ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ തിയറിയാണ് തിയറി ഓഫ് ഫോമൽ ഡിസിപ്ലിൻ. അതിൽ പറയുന്നത് ഹ്യൂമൻ മൈൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് സോ മെനി ഇൻഡിപെൻഡൻറ്റ് ഫാക്കൽറ്റീസ് ലൈക്ക് മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ്, ജഡ്ജ്മെൻറ്റ് എക്സെട്ര. ദീസ് ഫാക്കൽറ്റീസ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ത്രൂ എക്സസൈസ് ഓർ പ്രാക്ടീസ്. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ്, ജഡ്ജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഇൻഡിപെൻഡൻറ്റ് ഫാക്കൽറ്റീസൊക്കെ നമുക്ക് എക്സസൈസിലൂടെയും പ്രാക്ടീസിലൂടെയും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. Such a properly strengthened faculties later on function automatically in all situations and areas in which they are involved. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ്, ജഡ്ജ്മെൻറ്റ് പോലുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്കൽറ്റീസിനെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻ ചെയ്യും, ഏതൊരു സിറ്റുവേഷനിലും ഓട്ടോമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത തിയറിയാണ് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്. ഈ ഒരു തിയറിയുടെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത് തൊണ്ടേക്കാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദർ ആർ ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഇൻ ദ ടു സിറ്റുവേഷൻസ്. ഈ ഒരു തിയറിയിൽ പറയുന്നത് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് എപ്പോഴാണ്, ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു ലേണിംഗ് സിറ്റുവേഷനിലേക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നത് ഏത് എക്സ്റ്റെൻറ്റിലാണ്, അതിൽ രണ്ട് സിറ്റുവേഷനിലും ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ എന്നാണ്. അടുത്ത തിയറിയാണ് തിയറി ഓഫ് ജനറലൈസേഷൻ. ഇതിൽ ചാൾസ് എച്ച് ജൂഡാണ് ഇതിലെ ചീഫ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. According to this theory, transfer of learning occurs when the individual applies the generalization that derived from a situation or certain experience to a new situation. ഈ ഒരു തിയറി പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നത് എപ്പോഴാണെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒരു പഴയ കാര്യം എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിന് പഠിച്ച കാര്യത്തിന് ഓവറാളായിട്ടൊരു ജനറലൈസേഷൻ നടത്തും. ആ ഒരു ജനറലൈസേഷനെ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ജനറലൈസേഷൻ ഈസ് ദ ക്രൂക്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത തിയറിയാണ് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ദിസ് തിയറി ഈസ് പുട്ട് ഫോർത്ത് ബൈ ദ ഗെസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഗെസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റുകളാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രാൻസ്ഫർ. ഈ ഒരു തിയറി പ്രകാരം പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പാണ് ട്രാൻസ്ഫറിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അതായത് പഠിച്ച രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ട്രാൻസ്ഫറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഇത് തിയറിയാണ് തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത്. പ്രൊഫസർ ബാഗ്ലി ഹോൾഡ്സ് ദാറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയൽസ് ഹാസ് മോർ ട്രാൻസ്ഫർ വാല്യൂ ദാൻ ഐസൊലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ ജനറലൈസേഷനേക്കാളും കൂടുതൽ ഐഡിയക്കാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഐഡിയാസ് എന്താണ്, ഐഡിയാസാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോഴാണ് അത്തരം സിറ്റുവേഷനിൽ ഐഡിയ നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുള്ളൂ എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അടുത്തത് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇൻ്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, സ്റ്റഡി ഹാബിറ്റ്സ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ലേണിംഗ് മെറ്റീരിയൽ. അടുത്തത് പറയുന്നത് ട്രാൻസ്ഫറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. ഹാൻഡിൽ സബ്ജക്റ്റ് മാറ്റർ ഇൻ ക്ലോസ് റിലേഷൻ ടു ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു ലേണിംഗ് ഇൻ ജനറൽ ആസ് വെൽ ആസ് ടു പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷൻസ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഡെവലപ്പ് പവർ ഓഫ് ഇൻസൈറ്റ് ആൻഡ് ഇമാജിനേഷൻ. അടുത്തത് ഇൻസൈറ്റും ഇമാജിനേഷൻ്റെ പവറൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഉൾക്കാഴ്ച അതുപോലെ ഇമാജിനേഷനൊക്കെ അതിൻ്റെയൊക്കെ പവർ ഡെവലപ്പ് ചെയ്യുക. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു അപ്ലൈ ലേണിംഗ് ഇൻ മീനിങ് ഫുൾ സിറ്റുവേഷൻസ്.
മീനിങ് സിറ്റുവേഷനിലേക്ക് ലേണിംഗ് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എംഫസൈസ് റിലേഷൻഷിപ്സ്, ബന്ധപ്പെടുത്തി പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ പറയുന്നത് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആസ് വെൽ ആസ് ഓൺ പ്രൊഡക്റ്റ്. പഠിക്കുന്ന സമയത്ത് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ അതിന്ന് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് അതിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, ചെയ്തുകൊണ്ടുള്ള പഠനം. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ട്രാൻസ്ഫറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളത് ഇത്രേ ഉള്ളൂ. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.